ഇന്ന് നടത്താനിരുന്ന പൂരി എന്ന ഒരു ആഘോഷ പരിപാടി അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്. ഇനി എന്നത്തേക്കാണ് അത് നടത്തുന്നതെന്ന് അറിയിക്കും. അപ്പം ഇന്ന് നടത്തുന്ന പകലൊക്കെ പകൽ 2 മണി തൊട്ട് രാത്രി 12 മണി വരെ ലൈവായിട്ട് ഇവിടെ പരിപാടി നടക്കേണ്ടതായിരുന്നു. അപ്പം ഇന്ന് പരിപാടിയില്ല. നമുക്ക് അതിൻ്റെ ബോർഡ് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ബോർഡ് വെച്ചേക്കുന്നത്. 3/3/2026 2 മണി തൊട്ട് 10 മണി വരെയായിരുന്നു ആഘോഷ പരിപാടികളൊക്കെ വെച്ചത്. പക്ഷെ അത് ഇവിടുത്തെ ഇപ്പോഴത്തെ നിലവിലുള്ള യുദ്ധ സാഹചര്യം കാരണം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരു സേഫ്റ്റി, മുൻകൂർ ജാമ്യം എടുക്കുക എന്ന് പറയുമ്പോൾ ഇനിയിപ്പം അങ്ങനെ ഒരു പരിപാടി വെച്ചിട്ട് അവിടെ ഒരു അപകടവും സംഭവിക്കാൻ പാടില്ല. ബാക്കി സാധാരണ നോർമലി എല്ലാ ദിവസവും പോലെ ഇന്നും ഇവിടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ബീച്ചുകളെല്ലാം പ്രവർത്തിക്കുന്നു എല്ലാ ദിവസവും പോലെ. ഇവിടെ എല്ലാം ഇന്നും പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. എല്ലാ സാധാരണ ദിവസം പോലെ തന്നെ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഈ പൂരി എന്ന് പറഞ്ഞൊരു ആഘോഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഹോളി ആഘോഷിക്കുന്നത് കളറൊക്കെ തേച്ച് എന്ന് പറഞ്ഞാൽ അതേ സെയിം പരിപാടിയാണ് ഇവിടെ പൂരി എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നത്. കളറും ഒക്കെ തേച്ച് പിന്നെ തലയിൽ മറ്റേ എന്നാ പറയട്ടെ, നമ്മുടെ ഈ പിള്ളേരൊക്കെ മായാവീടെ കൂട്ടും കുട്ടിച്ചാത്താൻ്റെയൊക്കെ മറ്റേ തൊപ്പി പോലത്തെ കൊമ്പൊക്കെ വെക്കൂലേ എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരിൽ അങ്ങനെ വെച്ച് മറ്റേ കൊമ്പും ഇങ്ങനെ വെച്ചിട്ട്, പിന്നെ മാലാകമാരെ പോലെ വരുന്ന പിള്ളേരുണ്ട്, ആണുങ്ങളും ഉണ്ട് കേട്ടോ. പെൺപിള്ളേരെല്ലാം കൂടെ മറ്റേ എന്താ പറയണ്ടേ, ഈ ഒരു ലോക പോലത്തെ കുപ്പായും മറ്റേ എന്തെങ്കിലുമൊക്കെ മേക്കപ്പും കാര്യങ്ങളും മറ്റേ സിൽക്കിൻ്റെ ഒരു ഓവർകോട്ട് പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പല രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് അവരും കിട്ടുന്നുണ്ട്. അപ്പം കുറവാണ്. നമ്മളിപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഇറങ്ങിയതാണ്. ഇനി എവിടെയെങ്കിലും അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആരെങ്കിലുമൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കണം. അതിലൊരു 2 പെൺകുട്ടികൾ പോകുന്നുണ്ട്. നോക്കട്ടെ, അത് കാണുന്നുണ്ട്. കണ്ടോ, തലയിൽ അവർ കൊമ്പെല്ലാം വെച്ചിട്ടുണ്ട്. ആ പോകുന്ന 2 പെൺകുട്ടികളെ ശ്രദ്ധിക്കുക. ഒരാളുടെ തലയിൽ കൊമ്പെല്ലാം വെച്ചിട്ടുണ്ട്. കുറച്ച് ലോങ് ആയതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല. കുറേ ദൂരത്തിരുന്നിട്ടാണ്. ദൂരത്തെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരുന്ന് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട്. ആ പെൺകുട്ടികൾ തലയിൽ കൊമ്പെല്ലാം വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് പെൺപിള്ളേർ അവിടെ ഇരിപ്പുണ്ട്. തലയിൽ കൊമ്പെല്ലാം വെച്ച കുറച്ച് പെൺപിള്ളേർ ഇരിപ്പുണ്ട്. നമ്മൾ അവരുടെ പുറകെ പോയിട്ട് അവരെ നമ്മൾ ശല്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ വീഡിയോ പിടിച്ച് ഇടാമെന്ന്
ഏകദേശം ഷോപ്പുകളൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെഡ് സീ ഔട്ട്. എന്താണ് സംഭവം മനസ്സിലാകുന്നുണ്ട്. ഇതൊരു ഷോപ്പാണ്. ഇത് മറ്റേ ആദ്യം ഇവിടെ ഉണ്ടാകുന്നത് പിസ്സ കൗണ്ടറുകൾ അങ്ങനത്തെയൊക്കെയാണുള്ളത്. പിസ്സ കട്ടയുണ്ട്, ഔട്ട്ലെറ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഇതാ നമ്മൾ പറഞ്ഞ സംഭവം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരെണ്ണം വരുന്നുണ്ട് ഇന്ന് അലങ്കരിച്ച്. അലങ്കരിച്ച് വരുന്നുണ്ട്. അലങ്കാരമെല്ലാമായിട്ട് ഓരോരുത്തർ അലങ്കാരമെല്ലാമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാനുള്ളൊരു ചെറിയ ഭാഗ്യം ഇതുപോലൊന്നും അല്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ വലിയ ആഘോഷം പരിപാടികളൊക്കെയാണ്. ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് കുറവാണ്. ഇത് നമ്മൾ പറഞ്ഞില്ല, ഇത് നമ്മളാട്ടോ ഹോളി ആഘോഷിക്കുമ്പോഴാണ് ബൊമ്മ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചുള്ള ഒന്നുമില്ല. പിന്നെ ഇവരുടെ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തേക്ക് ഇല്ല, ആദ്യത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അന്നേരം 3/3/2026 മാർച്ച് 2026 3-ാം തീയതി. ഇതിൻ്റെ അനുവാദമൊന്നും ഇല്ലാണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഒരു മാലാഖയുണ്ട്, ഒരു മമ്മൂക്കുട്ടിയുണ്ട്. നമ്മൾ റൂമിലേക്ക് പോയേക്കുവാണ്. നാളെ വർക്കുണ്ട്, നാളെ ജോലിക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ റൂമിലേക്ക് പോവുക. നമ്മളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു.